നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. 5 ലക്ഷം രൂപ പിഴ ഈടാക്കി. നാരായണമംഗലത്ത് മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ റാഷിദ് മൊണ്ടൽ, മുഹമ്മദ് ഷൈദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. തീരക്കടലിൽ അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. എറണാകുളം പള്ളിപ്പുറം സ്വദേശികളായ ചീനിക്കപ്പറമ്പിൽ സ്റ്റെനി പിൻഹേറോയുടെ സ്റ്റെനി എന്ന ബോട്ടും വൈദ്യരുപടി സ്വദേശി കാവാലംകുഴി വീട്ടിൽ KG ജോസഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അശ്വിൻ എന്ന ബോട്ടുമാണ് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അധികൃതർ പിടിച്ചെടുത്തത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിൽ അർദ്ധരാത്രി നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. കരവലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ്. ഇത് ലംഘിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ഈ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. തൃശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് മുനമ്പം ഭാഗത്ത് നിന്ന് വന്ന ബോട്ടുകൾ പിടിയിലായത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980, KMF റെഗുലേഷൻ ആക്ട് 1980 പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. നിയമ നടപടികൾ പൂർത്തിയാക്കി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ഓരോ ബോട്ടിനും 2,50,000 രൂപ വീതം 5 ലക്ഷം രൂപ സർക്കാരിലേക്ക് പിഴ ഈടാക്കി. ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത 2,61,500 രൂപ ട്രഷറിയിൽ അടപ്പിച്ചു. പ്രത്യേക പരിശോധനാ സംഘത്തിൽ FEO അശ്വിൻ രാജ്, FO സഹന ഡോൺ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷിനിൽ കുമാർ ER, പ്രശാന്ത് കുമാർ VN, ഷൈബു VM എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡുമാരായ വിജീഷ്, റഫീഖ്, ശ്രാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ രജിസ്ട്രേഷൻ, ലൈസൻസ് എന്നിവ ഇല്ലാത്ത ബോട്ടുകൾക്കെതിരെയും KMFR ആക്ടിന് വിരുദ്ധമായി മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്ന ബോട്ടുകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതും നിയമാനുസൃതമായ പിഴ ഈടാക്കുന്നതുമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നാരായണമംഗലം ഇൻഡസ് ടവേഴ്സ് കമ്പനിയുടെ മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ റാഷിദ് മൊണ്ടൽ, മുഹമ്മദ് ഷൈദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ കളവിനുപയോഗിച്ച പെട്ടി ഓട്ടോറിക്ഷ സഹിതമാണ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ SHO BK അരുൺ, സബ് ഇൻസ്പെക്ടർ സാലിം ബാബു, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോപേഷ്, ഷിജിൻ നാഥ്, ഷമീർ, വിഷ്ണു എന്നീ ഉദ്യോഗസ്ഥരടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മാള ഇന്ദിര ഭവനിൽ നടന്ന കൺവെൻഷൻ INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളുടെ കാറിൽ വരുമ്പോൾ 2 സൈഡിലും പലപ്പോഴും നിൽക്കുന്ന ലോട്ടറി വിൽക്കാൻ ഒരു വേലത്ത് നിൽക്കുന്ന അത് ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും കണ്ണു കാണാൻ പറ്റാത്തവരും കാലില്ലാത്തവരും അസുഖബാധിതരുമായിട്ടുള്ള മറ്റൊരു തൊഴിലിനെയും പ്രത്യേകിച്ച് ആശ്രയിക്കാൻ കഴിയാത്ത നിരാലംബരായിട്ടുള്ള ആളുകളാണ് വഴിയോരങ്ങളിൽ ലോട്ടറി വിൽക്കാനായിട്ട് കണ്ടത്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ പച്ചയായ യഥാർത്ഥ തൊഴിലാളികളാണ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ഈ ലോട്ടറി മേഖലയിലുള്ള വ്യാപാരത്തിൻ്റെ ആഘാതം തൊഴിലാളികളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഇടത് ഗവൺമെൻറ്, അതുപോലെ തന്നെ അതിനേക്കാളും വലിയ പ്രയാണം വന്ന കേന്ദ്ര ഗവൺമെൻറ് കുറെ കാലങ്ങളായി വരുത്തി വെച്ചിട്ടുള്ള തൊഴിലാളി ദ്രോഹ നടപടികളിലൂടെ നമ്മൾ വല്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഒരാളുടെ മുന്നിലും മുഖത്തും ഒരു സംതൃപ്തി ഞാൻ കാണുന്നില്ല. ഒരു സമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു സംതൃപ്തിയോട് കൂടിയിട്ടല്ല ഞങ്ങൾ ഇരിക്കുന്നത്, പൂർണ്ണമായും നിരാശയോട് കൂടിയിട്ട് ഇരിക്കുന്ന മുഖമാണ്.
മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അവാർഡ് വിതരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് PN സതീഷ്, INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോപ്പി മങ്കിടിയാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എമോ തോമസ്, സെക്രട്ടറി വിനോദ് വിധേയത്തിൽ, ജില്ലാ ഭാരവാഹികളായ ND പോൾസൺ, MR പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ ഫെബ്രുവരി 1 മുതൽ 7 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത ഗീത ജ്ഞാനയജ്ഞത്തിന്റെ ഫണ്ട് ശേഖരണം നടന്നു. യജ്ഞാചാര്യനും അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതിയുമായ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ജീവൻ നാലുമാക്കിൽ നിന്നും ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. KPMS ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുത്ത VM പുരുഷോത്തമനെ ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ വാസുദേവ പണിക്കർ അധ്യക്ഷത വഹിച്ചു. യോഗം കൗൺസിലർ PK പ്രസന്നൻ, വർക്കിംഗ് ചെയർമാൻ PK രവീന്ദ്രൻ, ജനറൽ കൺവീനർ KD വിക്രമാദിത്യൻ, VM പുരുഷോത്തമൻ, MN നന്ദകുമാർ ശാന്തി, CS സന്തോഷ് ശാന്തി, CM ശശീന്ദ്രൻ, K വെങ്കടേശ്വര പ്രഭു, ബാബു തൈവാലത്ത്, MK തിലകൻ, ജോളി ഡിൽഷൻ, ദിനിൽ മാധവ്, ശ്രീദേവി വിജയകുമാർ, IR അശോകൻ എന്നിവർ സംസാരിച്ചു. പുത്തൻവേലിക്കര വിവേക ചന്ദ്രിക സഭ ശ്രീ കുരുന്നിലായ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. പറവൂർ രാകേഷ് തന്ത്രി, ക്ഷേത്രം തന്ത്രി സിബി എന്നിവർ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സംഗീതാർച്ചനയും കൈകൊട്ടിക്കളികളും നടന്നു. ഇന്ന് വൈകിട്ട് 7-ന് പാക്കനാർ എഴുന്നള്ളിപ്പ്, 8:30-ന് വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. 23-ന് വൈകിട്ട് അവാർഡ് ദാനം, 26-ന് മഹോത്സവം, രാവിലെ 10-ന് ആനയൂട്ട്, 27-ന് വൈകിട്ട് ആറാട്ടുബലി, ആറാട്ടുമേളം എന്നിങ്ങനെയാണ് പരിപാടികൾ. പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃത രാത്രികാല മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു. 5 ലക്ഷം രൂപ പിഴ ഈടാക്കി. നാരായണമംഗലത്ത് മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച പ്രതികളെ പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ റാഷിദ് മൊണ്ടൽ, മുഹമ്മദ് ഷൈദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.